വാർത്തകളിലേക്ക് വിശദമായി. സ്വർണ്ണക്കടത്ത് കേസിൽ 1.5 വർഷത്തിലധികമായി ജയിലിൽ കഴിയുന്ന സ്വപ്ന സുരേഷ് ഇന്ന് പുറത്തിറങ്ങും. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്തിലെ എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചതോടെയാണ് സ്വപ്ന ജയിൽ മോചിതയാകുന്നത്. 2020 ജൂലൈ 19-നായിരുന്നു സ്വപ്ന NIA സംഘത്തിന്റെ പിടിയിലായത്. ജൂലൈ 5-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണ്ണക്കടത്ത് കസ്റ്റംസ് പിടികൂടിയത്. IT വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേഷൻ മാനേജർ സ്വപ്ന സുരേഷാണ് സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകയെന്ന് അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തി. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ജൂലൈ 19-ന് ബംഗളൂരുവിൽ നിന്ന് NIA സംഘം സ്വപ്നയെ അറസ്റ്റ് ചെയ്തു. NIA, കസ്റ്റംസ്, ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളാണ് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡോളർ കടത്തിലും ലൈഫ് മിഷൻ വിവാദത്തിലും കേസുകളുണ്ടായി. തുടർന്ന് ചോദ്യം ചെയ്യലും തെളിവെടുപ്പും 1.5 വർഷം നീണ്ട ജയിൽവാസവും. EDയുടെയും കസ്റ്റംസിന്റെയും കേസുകളിൽ സ്വപ്നയ്ക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള കോഫോ പോസെ നിയമം സ്വപ്നയ്ക്കെതിരെ ചുമത്തിയത് ഹൈക്കോടതി നേരത്തെ റദ്ദാക്കുകയും ചെയ്തു. NIA കേസിൽ കൂടി ജാമ്യം കിട്ടിയതോടെയാണ് മോചനത്തിന് വഴിയൊരുങ്ങിയത്. ജാമ്യം ലഭിച്ച് 2 ദിവസം പിന്നിട്ടെങ്കിലും ജാമ്യ ഉത്തരവും വ്യവസ്ഥകളടങ്ങിയ രേഖകളും തിരുവനന്തപുരം വനിതാ ജയിലിൽ എത്താത്തതിനെ തുടർന്നാണ് ഇതുവരെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്നത്. നടപടികൾ പൂർത്തിയാക്കി 1.5 വർഷത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെ സ്വപ്ന സുരേഷ് പുറത്തിറങ്ങും. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമിയിടപാടിൽ സർക്കാർ റിപ്പോർട്ട് കർദിനാളിന് അനുകൂലം. ഭൂമിയിടപാടിൽ സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അസിസ്റ്റന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി ഇടപാടിൽ സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വിപണനം നടത്തിയ ഭൂമിയിൽ ഇതുമുണ്ടെന്നും ആരോപണമുയർന്നിരുന്നു. ഇത് സംബന്ധിച്ച ഹർജി പരിഗണിക്കവേ സർക്കാർ ഭൂമിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തുടർന്നാണ് സംസ്ഥാന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഭൂമി ഇടപാട് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയത്. വിൽപ്പന നടത്തിയ ഭൂമിയുടെ മുഴുവൻ രേഖകളും സ്ഥലത്തും പരിശോധന നടത്തിയ ശേഷമാണ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നതാണ് ഈ റിപ്പോർട്ട്. ആരോപണമുയർന്ന ഭൂമി ബ്രദേഴ്സ് ഓഫ് റോമൻ കാത്തലിക് കമ്മ്യൂണിറ്റിയാണ് സഭയ്ക്ക് നൽകിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം സഭാ ഭൂമി വിൽപ്പനയിലെ കള്ളപ്പണ ഇടപാടിൽ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കം 24 പേരെ പ്രതികളാക്കിയാണ് അന്വേഷണം. ഭൂമി വിൽപ്പനയിലെ നികുതി വെട്ടിപ്പിന് ആദായ നികുതി വകുപ്പ് 6.5 കോടി രൂപ നേരത്തെ പിഴയിട്ടിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഒത്തുതീർപ്പ് സാധ്യത കുറഞ്ഞതോടെ നടൻ ജോജു ജോർജിനെതിരെ നിലപാട് കടുപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. അപമര്യാദയായി പെരുമാറിയെന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ കേസെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ദേശീയപാത ഉപരോധ സമരത്തെ തുടർന്ന് നടൻ ജോജു ജോർജും കോൺഗ്രസ് നേതാക്കളും നടത്തിയ വിവാദ പ്രസ്താവനകളിലാണ് തർക്കം. പ്രസ്താവന പിൻവലിച്ച് മാപ്പു പറയണമെന്നാണ് ഇരുപക്ഷവും ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിന് ജോജുവും കോൺഗ്രസ് നേതാക്കളും തയ്യാറാകാത്തതാണ് ഒത്തുതീർപ്പ് നീക്കങ്ങൾക്ക് തിരിച്ചടിയായത്. അനുനയ നീക്കങ്ങൾ തൽക്കാലം പുനരാരംഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടുതന്നെ ജോജുവിനെതിരെ കേസെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ജോജു ജോർജ് ആദ്യം പിൻവലിക്കട്ടെ. അദ്ദേഹം നടത്തിയ അസഭ്യവർഷവും അദ്ദേഹം നടത്തിയ പെരുമാറ്റവും അദ്ദേഹം ആദ്യം ഖേദം പ്രകടിപ്പിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം. ജോജു ജോർജ് ഒത്തുതീർപ്പിന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് വന്നത്. അദ്ദേഹം നേരിട്ട് വന്ന് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അദ്ദേഹം പറയട്ടെ. അതിലെ ഏറ്റവും വലുത് അദ്ദേഹമാണ് പറയേണ്ടത്. DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനും സംസാരിക്കാം. ഞങ്ങൾ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഞങ്ങളത് സംസാരിക്കാം. ഞങ്ങൾക്കൊരു സങ്കോചവുമില്ല. ദേശീയപാത ഉപരോധിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അറസ്റ്റിന് തയ്യാറാകും. എന്നാൽ ജോജുവിന്റെ വാഹനം തകർത്ത കേസിൽ അറസ്റ്റിന് നേതാക്കൾ തയ്യാറായേക്കില്ല. കേസിൽ 8 പ്രതികളിൽ ഒരാളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിടിയിലായ ജോസഫിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. അറബിക്കടലിലെ ന്യൂനമർദ്ദം ശക്തമായ തീവ്ര ന്യൂനമർദ്ദമായേക്കും. അടുത്ത 24 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. വടക്കു പടിഞ്ഞാറ് ദിശയിലാണ് ന്യൂനമർദ്ദം സഞ്ചരിക്കുന്നത്. ഈ മാസം 9-ാം തീയതിയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്.
കോട്ടയം കോട്ടിക്കലിൽ കനത്ത മഴയിൽ രണ്ടിടത്ത് ഉരുൾപൊട്ടലുണ്ടായി. ഇളങ്കാട്, മ്ലാക്കര, മൂപ്പൻമല എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടലിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലിൽ ഇവിടെ ഉണ്ടായിരുന്ന പാലം ഒലിച്ചുപോയിരുന്നു. ഈ മേഖലയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന 16 പേരെ ഫയർഫോഴ്സും NDRF സംഘവും ചേർന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി. ഒറ്റപ്പെട്ട കുടുംബങ്ങൾ കഴിയുന്നുണ്ടോ എന്നറിയാൻ ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ മേഖലയിൽ കനത്ത മഴയാണ് പെയ്തത്. KSRTC ജീവനക്കാരുടെ പണിമുടക്ക് ഇന്നും തുടരും. കോൺഗ്രസ് അനുകൂല സംഘടന TDF-ഉം INTUC അനുകൂല സംഘടനയായ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയനുമാണ് ഇന്ന് പണിമുടക്കുന്നത്. CITU, BMS യൂണിയനുകൾ ഇന്ന് പണിമുടക്കുന്നില്ല. ഇന്നലെ KSRTC പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. ഇന്ന് അത്യാവശ്യ സർവീസുകൾ പുനരാരംഭിക്കാനാകുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. ലഭ്യമായ ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ നടത്താൻ CMD നിർദ്ദേശം നൽകി. ഇന്നും സമരത്തിനെതിരെ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസം നീളുന്ന CPM സംസ്ഥാന സമിതി യോഗത്തിന് ഇന്ന് തുടക്കമാകും. G. സുധാകരനെതിരായ പരാതി അന്വേഷിച്ച CPM അമ്പലപ്പുഴ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. G. സുധാകരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന സമിതി അംഗമായ സുധാകരനെതിരെയുള്ള നടപടി സംസ്ഥാന സമിതി തീരുമാനിക്കും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കോടിയേരി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവും ചർച്ചയാകും. പെട്രോൾ വില വർധനയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആക്രമണം പ്രതിരോധിക്കാനുള്ള പ്രചാരണ പരിപാടികൾക്കും സംസ്ഥാന സമിതി രൂപം നൽകും. പെട്രോൾ വിലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം പ്രതിരോധിക്കാൻ പ്രചാരണ പരിപാടികൾ ശക്തമാക്കാൻ ഇടതുമുന്നണി. ചൊവ്വാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗം പ്രചാരണ പ്രക്ഷോഭ പരിപാടികൾ തീരുമാനിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് ആലോചനയുണ്ട്. ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ നൽകാനുള്ള തീരുമാനവും മുന്നണി യോഗത്തിലുണ്ടാകും. ഈ മാസം 29-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. അമ്മയറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയ സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ കത്ത് നൽകി. പോലീസ്, ശിശുക്ഷേമ സമിതി, വനിതാ ശിശു വികസന വകുപ്പ് എന്നിവർക്കാണ് കത്ത് നൽകിയത്. നേരത്തെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും നൽകാത്തതിനെ തുടർന്നാണ് വീണ്ടും കത്ത് നൽകിയത്. അനുപമയുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും ഹാജരാക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. രേഖകൾ നൽകുന്നില്ലെന്ന അനുപമയുടെ പരാതിയെ തുടർന്നാണ് ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുൻപായി കമ്മീഷൻ ആസ്ഥാനത്ത് ഇവ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയത്. ഇത് പാലക്കാട്ടെ വിപ്ലവ തേജസ്. 7ാം ക്ലാസ്സുകാരന്റെ മുദ്രാവാക്യം വിളി വൈറൽ. വാർത്ത ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങൾക്ക് പിന്നാലെ അന്തരീക്ഷ ഗുണനിലവാരം 5 വർഷത്തെ ഏറ്റവും മോശം അവസ്ഥയിലെത്തി. പ്രായമായവരും കുട്ടികളും വീടുകളിൽ തന്നെ തുടരണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകി. മാസ്ക് കർശനമായി ഉപയോഗിക്കണമെന്നും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ വീട്ടിൽ തന്നെ കഴിവതും തുടരണമെന്നുമാണ് മുന്നറിയിപ്പ്. അതിനിടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പിന് ശേഷം കച്ചി കത്തിക്കാൻ തുടങ്ങിയത് മലിനീകരണം കൂടുതൽ രൂക്ഷമാകാൻ കാരണമാകും. സമീർ വാങ്കഡയെ നീക്കിയ പശ്ചാത്തലത്തിൽ മുംബൈ ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസ് സഞ്ജയ് സിംഗ് IPSന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. പുതിയ അന്വേഷണ സംഘം ഇന്ന് ഡൽഹിയിൽ നിന്ന് മുംബൈയിലെത്തും. ആര്യൻ ഖാൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടിയേക്കും. സമീർ വാങ്കഡയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു ആര്യൻ ഖാൻ, അർബാസ് മർച്ചന്റ്, മുൻമുൻ ധമേച്ച എന്നിവരെ വിശദമായി ചോദ്യം ചെയ്ത് വിവരങ്ങൾ തേടിയത്. സമീർ വാങ്കഡയെ നീക്കിയ പശ്ചാത്തലത്തിൽ സഞ്ജയ് സിംഗ് IPSനാണ് പുതിയ ചുമതല. പുതിയ അന്വേഷണ സംഘം ഇന്ന് ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ എത്തും.
പ്രതികളിൽ നിന്ന് സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചേക്കും. കൈക്കൂലി ആരോപണം നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു സമീർ വാങ്കഡയെ നീക്കിയത്. ആര്യൻ ഖാന്റെ കേസിന് പുറമെ മറ്റ് 5 കേസുകളുടെ അന്വേഷണത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കിയിട്ടുണ്ട്. ഷാരൂഖ് ഖാനിൽ നിന്ന് 25 കോടി രൂപ കൈക്കൂലി വാങ്ങാൻ പദ്ധതിയിട്ടെന്ന ആരോപണത്തിൽ സമീർ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ്. അതേസമയം NCBയുടെ മുംബൈ യൂണിറ്റിന്റെ സോണൽ ഡയറക്ടറായി സമീർ വാങ്കഡെ തുടരും. ന്യൂസ് 18 ഡൽഹി. ഫസൽ വധക്കേസിൽ CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ച് കണ്ണൂരിലെ CPM നേതൃത്വം. കേന്ദ്ര അന്വേഷണ ഏജൻസി സത്യം മറച്ചുവെച്ചാൽ പിന്മടക്കമില്ലാത്ത പോരാട്ടം തുടരുമെന്ന് P. ജയരാജൻ പറഞ്ഞു. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച് കണ്ണൂരിലെത്തിയ കാരായി രാജനും ചന്ദ്രശേഖരനും CPM പ്രവർത്തകർ തലശ്ശേരിയിലും വീട്ടിലും പ്രത്യേകം സ്വീകരണമൊരുക്കി. ഫസൽ വധക്കേസിൽ RSSുകാരാണ് പ്രതികളെന്ന് കാരായി രാജനും ചന്ദ്രശേഖരനും നൽകിയ സ്വീകരണ പരിപാടിയിൽ CPM നേതൃത്വം ആവർത്തിച്ച് ആരോപിച്ചു. യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് P. ജയരാജൻ. ഫസലിന്റെ സംഭവത്തിൽ പങ്കെടുത്ത ആളെ കൂടി പ്രതിയാക്കുന്നു. ഈ സംഭവത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്നിട്ടും തുടരന്വേഷണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ സത്യം മറച്ചുവെക്കാനാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്മടക്കമില്ലാത്ത പോരാട്ടമാണ് CPM-ഉം ഈ നാട്ടിലെ നിയമവൃത്തങ്ങളും ഇനിയും നടത്താൻ വേണ്ടി പോകുന്നത് എന്ന് ആ അന്വേഷണ ഏജൻസി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. CBIയുടെ തുടരന്വേഷണ റിപ്പോർട്ട് നീതിപൂർവമല്ലെന്നും തെളിവുകളുടെ സത്യസന്ധത അന്വേഷണ ഏജൻസി പരിശോധിച്ചില്ലെന്നും കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. എന്തായിരുന്നു അന്വേഷണ ഏജൻസി ഇതുവരെ വാദിച്ചത്? ഇവരിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കും. ഇതേ കേസിൽ നിന്ന് 6 പേർ ജാമ്യം കിട്ടി നാട്ടിലാണ്. ഒരു സാക്ഷിയെയും സ്വാധീനിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സാക്ഷികളെ സ്വാധീനിച്ചുവെന്ന പരാതി ഈ പറയുന്ന ഇരകളുടെ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലുമില്ല. എറണാകുളത്ത് താമസിച്ചെടുത്ത് എല്ലാ സഹായവും നൽകിയവരെ കുറിച്ച് വിവരിച്ച കാരായി രാജൻ സ്വീകരണ യോഗത്തിൽ വിതുമ്പി. 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിലാണ് കാരായി രാജനും ചന്ദ്രശേഖരനും കണ്ണൂരിലെത്തുന്നത്. നവംബർ 8, 9 തീയതികളിൽ നടക്കുന്ന തലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കാരായി ചന്ദ്രശേഖരൻ എത്തുമെന്നാണ് സൂചന. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. CPM പാലക്കാട് ചിറ്റിലഞ്ചേരി ലോക്കൽ സമ്മേളനത്തിലെ പതാക ഉയർത്തലിന് 7ാം ക്ലാസ്സുകാരന്റെ മുദ്രാവാക്യം വിളി വൈറലാകുന്നു. ചിറ്റിലഞ്ചേരി പ്ലാങ്ങോട് സ്വദേശി രമേശ് പ്രസീത ദമ്പതികളുടെ മകൻ തേജസ് ആണ് സമ്മേളനത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിനിധികളെ ആവേശത്തിലാക്കിയത്. CPM പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച ഈ മുദ്രാവാക്യം വിളി ചിറ്റളഞ്ചേരി TKM AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റേതാണ്. നാട്ടിലെ മുതിർന്ന CPM നേതാവായ മുത്തച്ഛൻ രാമകൃഷ്ണന്റെയും സഹകരണ ബാങ്ക് ജീവനക്കാരനായ അച്ഛൻ രമേശിന്റെയും ഒപ്പം പാർട്ടി പരിപാടികൾക്ക് പോയപ്പോൾ കേട്ട മുദ്രാവാക്യങ്ങളാണ് തേജസ് ലോക്കൽ സമ്മേളനത്തിൽ വിളിച്ചത്. ആവേശകരമായ മുദ്രാവാക്യം വിളി രമേശിന്റെ സഹോദരിപുത്രി നിധി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം വൈറലായത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തന്റെ ഇഷ്ടനേതാവെന്ന് തേജസ്. പഠനവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഇഷ്ടമെന്നും ഈ മിടുക്കൻ പറയുന്നു. ഞാൻ അച്ഛൻ്റെന്നൊക്കെ കേട്ട് പഠിച്ചാണ്. അച്ഛൻ കൊറോണ കാരണം അച്ഛനൊക്കെ ഫോണിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കാരണം ഞാൻ കേട്ട് പഠിച്ചാണ്. ഫോണിൽ ഈ ഓൺലൈനിൽ പരിപാടി പാർട്ടി പരിപാടികളിലൊക്കെ പാർട്ടി പരിപാടികളിൽ ചൊല്ലുമ്പോൾ ഞാൻ അത് കേട്ട് പഠിച്ചാണ്. തേജസിന് ഇഷ്ടപ്പെട്ട പാർട്ടി നേതാവാരാ? പിണറായി വിജയൻ. പിണറായി വിജയനാണ്. പിന്നെ അങ്ങനെയല്ല, പിണറായി വിജയൻ തന്നെയാണ് ഇഷ്ടം. തേജസിന്റെ മുദ്രാവാക്യം വിളി വൈറലായതിൽ വീട്ടുകാരും വലിയ സന്തോഷത്തിലാണ്. അച്ഛൻ രമേശും അമ്മ പ്രസീതയും മുത്തച്ഛൻ രാമകൃഷ്ണനുമെല്ലാം തേജസിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് തലമുറ മാറി വരുന്ന പേരക്കുട്ടികളും അതുപോലുള്ള കുട്ടികളും ധാരാളം പേര് ഇടയ്ക്ക് ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് പരിപാടി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇത്തരം കുട്ടികൾ വളർന്നു വരുന്നത് കാണുമ്പോൾ മനസ്സിൽ വളരെ ആവേശം, സന്തോഷത്തോടൊപ്പം ആവേശമുണ്ട്.
പാരമ്പര്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഞങ്ങളുടെ. അച്ഛൻ 1969 പാർട്ടി മെമ്പർഷിപ്പിലൂടെ വന്ന് LC-യിലും ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയനിലും എല്ലാം ഉള്ളത് കാരണം അതേ പിന്തുടർച്ചാവകാശി മകനും വരുന്നതിൽ ഏറെ അഭിമാനം. പഠിത്തം തന്നെ ഈ രാഷ്ട്രീയം ഒരേ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പറയാനുള്ളത്. സന്തോഷം തന്നെ. പഠനത്തിൽ മികവ് പുലർത്തുന്ന തേജസ് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. കോവിഡ് കാലത്ത് നിരവധി ചിത്രങ്ങളാണ് ഈ മിടുക്കൻ വരച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കാണണമെന്നാണ് ആഗ്രഹം. മുതലാളിത്തം തുലയട്ടെ, കയ്യോരും കരിവള്ളോരും പുന്നപ്പറയം വയലാറും നീന്തിക്കയറിയ പ്രസ്ഥാനം CPMN പ്രസ്ഥാനം. ഇല്ല ഇല്ല മരിക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അവരാണ്, അവരുടെ ചേതനയാണ് ഞങ്ങളുടെ നെഞ്ചിലെ ചങ്കൂറ്റം. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് നുബിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. മുസ്ലിം ലീഗ് ദേശീയ നേതൃയോഗത്തിൽ പാർട്ടി MP-യും ദേശീയ വൈസ് പ്രസിഡന്റുമായ അബ്ദുൾ സമദ് സമദാനിക്ക് വിമർശനം. ഹിന്ദിയും ഉറുദുവും നന്നായി അറിയാവുന്ന സമദാനിയുടെ സേവനം പാർട്ടിക്ക് ലഭ്യമാകുന്നില്ലെന്ന് ദേശീയ സെക്രട്ടറി ഖുറം അനീസ് വിമർശിച്ചു. വെല്ലുവിളി നിറഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രവർത്തനത്തിന് ഫണ്ടോ പിന്തുണയോ ലഭിക്കുന്നില്ല എന്നും വിമർശനമുയർന്നു. കൊല്ലം കുണ്ടറയിൽ ബാറിൽ സംഘർഷം. ബിയർ കുപ്പി കൊണ്ട് അടിയേറ്റ് യുവാവിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. പ്രതികളായ 2 പേർ പോലീസിന്റെ പിടിയിലായി. കുണ്ടറയിൽ ബാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച ബൈക്കിൽ കരീപ്ര സ്വദേശിയായ യുവാവ് കയറിയിരുന്നതാണ് സംഘർഷത്തിന് കാരണം. ബൈക്കിലിരുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രതികൾ യുവാവുമായി വാക്കേറ്റമുണ്ടായി. ബാറിലെ ജീവനക്കാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. എന്നാൽ ബാറിന് പുറത്ത് വഴിയിൽ വെച്ച് വീണ്ടും വാക്കേറ്റമുണ്ടാകുകയും പ്രതികളായ സാം ജോയിയും ശ്യാം സൈമണും ബിയർ കുപ്പി കൊണ്ട് യുവാവിന്റെ മുഖത്തടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ശക്തമായ അടിയിൽ യുവാവിന്റെ കണ്ണുകൾക്ക് പരിക്ക് പറ്റുകയും കാഴ്ചയ്ക്ക് തകരാർ സംഭവിക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികളെ കുണ്ടറ പോലീസ് പിന്നീട് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. പാചകവാതക വില കുതിച്ചു കയറുമ്പോഴും ഒട്ടും ആശങ്കയില്ലാത്തൊരു വീട്ടമ്മയുണ്ട് ആലപ്പുഴ ആറാട്ടുവഴിയിൽ. ഭൂഗർഭജലത്തിനായി കുഴിച്ച കുഴൽക്കിണറിൽ നിന്നുമാണ് രത്നമ്മ രമേശൻ എന്ന വീട്ടമ്മയ്ക്ക് വർഷങ്ങളായി പാചകവാതകം ലഭിക്കുന്നത്. 1-2 11 വർഷമായി രത്നമ്മയെ പാചകവാതക വില ബാധിക്കാറേയില്ല. കുഴൽക്കിണറിനായി സ്ഥാപിച്ച പൈപ്പിൽ നിന്നാണ് പാചകവാതകം സുലഭമായി ലഭിക്കുന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി തീ കത്തിച്ചപ്പോഴാണ് വെള്ളത്തിന് പകരം ഗ്യാസിന്റെ ലഭ്യത കുടുംബത്തിന് മനസ്സിലായത്. ഗ്യാസ് വില വർദ്ധിക്കുന്നതിന് മുമ്പേ എനിക്ക് കിട്ടിയായിരുന്നു. വർഷം 11 കിട്ടിയിട്ട് 2011 നവംബർ 7-ാം തീയതി കിട്ടിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കത്തിച്ചിട്ടുണ്ട്. ബോർവെല്ലിനകത്തുനിന്ന് വെള്ളം അടിച്ചിട്ട് വെള്ളം കിട്ടിയില്ല. പിറ്റേ ദിവസം വന്ന് ശരിയാക്കാമെന്നും പറഞ്ഞു പോയി. പിന്നെ ഞങ്ങളത് അഴിച്ചെല്ലാം ഇട്ട് നോക്കി. തീ കത്തിച്ചപ്പോൾ അതിലേക്ക് തീ കത്തി. ആ തീ കത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ കാശ് പോയില്ല. അതുകൊണ്ട് അടുക്കളയോട്ട് എടുക്കാൻ പറഞ്ഞു. വീടിനോട് ചേർന്ന് മറ്റൊരു മുറിയിലാണ് ഗ്യാസ് അടുപ്പ് പ്രവർത്തിപ്പിക്കുന്നത്. ആദ്യം ഭയന്നെങ്കിലും തുടർ പരിശോധനകളിൽ പാചകവാതകം തന്നെയാണിതെന്ന് മനസ്സിലായി. ജിയോളജി വിഭാഗവും ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ജിയോളജിക്കൽ വകുപ്പിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു. ഞങ്ങൾക്കിത് കിട്ടിയ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വന്ന് അവരെ ഇവിടെ കിടന്ന മണ്ണും ചെളിയൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ട്. ഒരു 3-4 ദിവസത്തേക്കകം അതങ്ങ് പോകും എന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ അവർ വന്നിട്ടില്ല. ശക്തമായ മഴ ദിവസങ്ങളോളം നിന്നാൽ മാത്രമേ അല്പസമയത്തേക്ക് ഗ്യാസ് ലഭ്യതയ്ക്ക് കുറവുണ്ടാകാറുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം പാചകവാതകം ഇവിടെ സുലഭമാണ്. ന്യൂസ് 18 ആലപ്പുഴ. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.